നമസ്കാരം, ഞാൻ നിയുക്ത പ്രവീൺ. ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടും രാഹുൽ ഗാന്ധി ഇപ്പോൾ പരിഹാസപാത്രമാണ്. 1984 സിഖ് വിരുദ്ധ കലാപം ഉൾപ്പെടെ കോൺഗ്രസ് പാർട്ടി ചരിത്രത്തിൽ ചെയ്ത എല്ലാ തെറ്റുകളുടെയും ഉത്തരവാദിത്തം താൻ സ്വയം ഏറ്റെടുക്കുന്നുവെന്ന് മഹാമനസ്കനായ രാഹുൽ ഗാന്ധി മൊഴിഞ്ഞിരിക്കുന്നു. അമേരിക്കയിലെ ബ്രൗൺ സർവകലാശാലയിൽ നടന്ന ചോദ്യോത്തര വേളയിലാണ് അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന. അപ്പോൾ ഒരുപാട് തെറ്റുകൾ ചെയ്തു കൂട്ടിയ ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് രാഹുൽ ഗാന്ധി തന്നെ സമ്മതിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ ഒരു ഗതികേടെ. രാഹുൽ ഗാന്ധി അടിക്കാൻ വേണ്ടി വടി എറിഞ്ഞു കൊടുത്താൽ പിന്നെ BJP വെറുതെ ഇരിക്കുമോ? ഇല്ല. രാഹുൽ ഗാന്ധിയെ ലോകമെമ്പാടും പരിഹസിക്കുന്നു എന്ന് പറഞ്ഞ് ഈ വീഡിയോ BJP എക്സിൽ പോസ്റ്റ് ചെയ്തു. എന്താണ് വീഡിയോയുടെ ഉള്ളടക്കം എന്നറിയണ്ടേ? BJP ഭരിക്കുന്ന ഇന്ത്യ സിഖുകാർക്ക് തലപ്പാവ് ധരിക്കാനോ ഗുരുദ്വാരകൾ സ്വതന്ത്രമായി സന്ദർശിക്കാനോ അനുവദിക്കില്ലെന്ന് രാഹുൽ ഗാന്ധി മുമ്പ് പറഞ്ഞിരുന്നു അത്രേ, അതും വിദേശത്ത് ചെന്ന്. ഇതൊരു സിഖ് യുവാവ് എടുത്തു ചോദിക്കുന്നുണ്ട് ആ വീഡിയോയിൽ. ആ വീഡിയോ നമുക്കൊന്ന് പരിശോധിക്കാം. ഞങ്ങൾക്ക് ഖടയോ തലപ്പാവോ ധരിക്കാനുള്ള സ്വാതന്ത്ര്യം മാത്രമല്ല വേണ്ടത്, കോൺഗ്രസ് ഭരണകാലത്ത് ഞങ്ങൾക്ക് ലഭിക്കാത്ത ആവിഷ്കാര സ്വാതന്ത്ര്യവും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കൂടാതെ ആനന്ദ്പൂർ സാഹിബ് പ്രമേയത്തെ കോൺഗ്രസ് തെറ്റായി വിഘടനവാദ രേഖയായി മുദ്രകുത്തിയെന്നും അത് ദളിത് അവകാശങ്ങളിൽ കേന്ദ്രീകരിച്ച ഒന്നായിരുന്നുവെന്നും യുവാവ് ആ വീഡിയോയിൽ പറയുന്നുണ്ട്. 1984 കലാപവുമായി ബന്ധപ്പെട്ട് ശിക്ഷിക്കപ്പെട്ട മുൻ കോൺഗ്രസ് MP സജ്ജൻ കുമാറിന്റെ പേരും യുവാവ് പരാമർശിച്ചു. ഇന്ന് കോൺഗ്രസിൽ കൂടുതൽ സജ്ജൻ കുമാർമാർ ഉണ്ട് എന്നും യുവാവ് പറയുന്നുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? സിഖുകാരെ BJPക്കെതിരെ തിരിക്കാൻ നോക്കിയിട്ട് സ്വയം ആപ്പിലായിരിക്കുകയാണ് കോൺഗ്രസ്. BJP സിഖുകാർക്ക് ദ്രോഹമൊന്നും ചെയ്തിട്ടില്ല, എന്നാൽ കോൺഗ്രസോ ദ്രോഹമേ ചെയ്തിട്ടുള്ളൂ. ഇത് അനുഭവിച്ച സിഖുകാർ രാഹുൽ ഗാന്ധിക്ക് സ്തുതി പാടുമെന്ന് വിചാരിച്ച രാഹുൽ ഗാന്ധി ആരായി? മണ്ടൻ. BJP ഭരിക്കുന്ന ഇന്ത്യയെ ഭയപ്പെടാൻ നിങ്ങൾ ഞങ്ങളോട് പറയുന്നു. പക്ഷേ സിഖ് സമൂഹവുമായി അനുരഞ്ജനത്തിന് നിങ്ങൾ യഥാർത്ഥ ശ്രമങ്ങൾ നടത്തിയിട്ടില്ല. ഇത് തുടർന്നാൽ BJP പഞ്ചാബിലും പ്രവേശിക്കും. ഒരു വാർണിംഗ് കൂടിയാണ് ആ യുവാവ് രാഹുൽ ഗാന്ധിക്ക് കൊടുത്തത്, അതായത് പഞ്ചാബും കയ്യിൽ നിന്ന് പോകുമെന്ന്. ഇതേ തുടർന്നാണ് പാർട്ടി ചെയ്ത സമസ്ത അപരാധവും പൊറുക്കണമെന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി മാപ്പപേക്ഷ നടത്തിയത്. ഇതേ തുടർന്ന് രാഹുൽ ഗാന്ധി വിദേശ സന്ദർശനങ്ങളിൽ കാപട്യവും ഭീതി വളർത്തുന്ന പ്രസംഗവും നടത്തിയെന്നാരോപിച്ച് BJP IT സെൽ മേധാവി അമിത് മാളവ്യ വീഡിയോ പോസ്റ്റ് ചെയ്തു. അല്ല, എന്താണ് 1984 നടന്നത്? 1984 അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ അവരുടെ സിഖ് അംഗരക്ഷകർ കൊലപ്പെടുത്തിയതിനെ തുടർന്നാണ് സിഖ് വിരുദ്ധ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. വിഘടനവാദ പ്രചാരകൻ ജർണൽ സിംഗ് ഭിദ്രൻവാലയെ തുരത്താൻ സുവർണക്ഷേത്രത്തിൽ ഇന്ദിരാഗാന്ധി ഉത്തരവിട്ട സൈനിക ആക്രമണമായ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ആണ് ഇതിന് കാരണമായത്. സൈനിക നടപടി ക്ഷേത്ര സമുച്ചയത്തിന്റെ ചില ഭാഗങ്ങൾ തകർക്കുകയും സിഖ് വികാരങ്ങളെ ആഴത്തിൽ വ്രണപ്പെടുത്തുകയും ചെയ്തു. ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിലുള്ള ജനക്കൂട്ടം സിഖുകാരെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങൾ നടത്തി. ഡൽഹിയിലും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലും 3000-ലധികം സിഖുകാരെ കൊന്നൊടുക്കി. രാഹുൽ ഗാന്ധി എത്ര സോപ്പിടാൻ നോക്കിയാലും സിഖുകാർക്ക് ഇതൊന്നും മറക്കാൻ കഴിയില്ല. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക, അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.